ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നമ്മളെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നോക്കാമെന്നാണ്. അപ്പോൾ അതിന് യൂട്യൂബിൻ്റെ തന്നെ ഒരു ആപ്പാണ് YT സ്റ്റുഡിയോ എന്നാണ്, അഥവാ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഥവാ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അത് തുറക്കാം ഗൈസ്. അത് തുറന്ന പാടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലായിട്ട് ഒന്ന് ലിങ്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ചാനൽ അവിടെ കാണാൻ പറ്റും, ടോട്ടൽ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്ര ആൾക്കാർ ഫുൾ ടോട്ടൽ വ്യൂസ് കാണാൻ പറ്റും, ടോട്ടൽ വാച്ച് ടൈം കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അതിന് താഴെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വീഡിയോസ് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്താണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കണ്ടൻറ്റ് എന്നിട്ടുള്ള കാണാൻ പറ്റും ഗൈസ്. അതാണ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരെ ഇട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. പിന്നെ അനലിറ്റിക്സ് ആണ്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി, എത്ര വ്യൂസ് കൂടി എന്നല്ല. ഇതാണ് ഗൈസ് കണ്ടൻറ്റ്സ് ഉണ്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ പെട്ട എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. അതിൽ നിങ്ങൾക്ക് ടൈപ്പ് ഷെഡ്യൂൾ എല്ലാം കാണാൻ പറ്റും. അതെല്ലാം സെലക്ട് ചെയ്താൽ കുറേ വീഡിയോസ് ഉണ്ട്, അങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി അങ്ങനെയെല്ലാം കാണിക്കുന്നതാണ്. ഞങ്ങൾക്കിപ്പോൾ 0 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേഗം. അപ്പോൾ ഇതാണ് ഇവിടെ റിയൽ വാച്ച് ടൈം എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്താണ് കാണുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റീസാണ്. ഇത്ര കമൻറ്റിങ്ങൊക്കെ വന്ന് എത്ര റിട്ടേൺ ചെയ്ത് അങ്ങനെയുള്ള എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏണാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. ഇതെന്ന് വെച്ചാൽ യൂട്യൂബ് പാർട്ട്ണർ ആവാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ്. ഇവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന്